നിർമ്മാതാവ് ജോബി ജോർജ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോബി ജോർജ്, ഇതിലിപ്പോ നിർമ്മാതാക്കൾ തന്നെ രണ്ടു തട്ടിലാണ്. താരങ്ങൾ പൂർണ്ണമായും എതിരാണ്. ഇപ്പോൾ ഈ സാങ്കേതിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഫെഫ്കയും പൂർണ്ണമായ ഒരു അനുകൂല സമീപനം കാണുന്നില്ല. ആ നിലക്ക് ഈ സമരം ഒരു പരാജയമാകും എന്നുള്ള ഒരു തോന്നലുണ്ടോ? ഒരു പുനരാലോചന നടത്തേണ്ട ഘട്ടമുണ്ടോ? എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. അല്ലാതെ എനിക്ക് മറ്റൊരു എന്താ സംഭവിക്കുന്ന കാലത്തിൽ ഞാനൊരു സ്ഥലത്തിരിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾ വിളിക്കുമ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ്. ഒന്നാമത്തെ കേസ്, ഇതൊന്നും ഒരു വലിയ ഇഷ്യൂ ആക്കി മാറ്റേണ്ടതായ ഒരു കാര്യവുമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഒരു അമ്മയുടെ മക്കൾ തന്നെയാണ് ഫെഫ്കയും പ്രൊഡ്യൂസർ അസോസിയേഷനും ഡിസ്ട്രിബ്യൂഷനും അല്ലെങ്കിൽ പ്രൊഡ്യൂസറും. പിന്നെ ആരാണ് ഇഷ്യൂ ആക്കുന്നതെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്? ഇഷ്യൂ ആക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇത് സത്യസന്ധപരമായിട്ട് നമ്മൾ നോക്കുവാണല്ലേ, നമ്മൾ ദയവായിട്ട് നോക്കൂ. അത് അവിടെ ഒരു വലിയൊരു അസോസിയേഷൻ, ഞാൻ അസോസിയേഷൻ അവിടെ മെമ്പറാണെന്നല്ലാതെ ഒരു ഭാരവാഹിയുമല്ല. എന്നാൽ എനിക്ക് മനസ്സിലാകുന്ന കാര്യം, അവിടെ എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനം മിസ്റ്റർ സുരേഷ് കുമാർ പൊതുവായി പറഞ്ഞു എന്നും പറഞ്ഞ് അദ്ദേഹത്തെ കോർണർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. നമ്മൾ ആരെയും ഒറ്റപ്പെടുത്തരുത്, അത് തെറ്റാണ്, അത് സമൂഹത്തിന് നല്ലതല്ല. അത് ശരിയോ തെറ്റോ എന്തുമാകട്ടെ, ഒരു പോരായ്മയുണ്ടെങ്കിൽ നമ്മൾ അവരെ താങ്ങി നിർത്തുകയാണ് ചെയ്യേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ. അതിനർത്ഥം അദ്ദേഹം ചിത്രഗുപ്തനാണെന്നോ അദ്ദേഹം നല്ല ആളാണെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ ഒരു കാരണവശാലും കോർണർ ചെയ്യരുത്. കാരണം ഞാൻ ആ പ്രസ് കോൺഫറൻസ് കണ്ടതാണ്. അതിനകത്ത് ലിസ്റ്റിൻ സ്റ്റീഫൻ ഉണ്ടായിരുന്നു, അതിനകത്ത് ബി രാഗേഷ് ഉണ്ടായിരുന്നു, അതിനകത്ത് സിയാദ് കോക്കർ എന്ന് പറഞ്ഞ വലിയ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞു എന്നതാണ് അതിനകത്തെ കേസ്. പിന്നെ അദ്ദേഹം പറയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറയുന്നത് എന്താണ്? അതായത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് പറഞ്ഞു എന്നുള്ളതാണ്. അത് അദ്ദേഹം തെറ്റ് ചെയ്തത് ആയിരിക്കാം. നമ്മൾ ന്യായം പറയുമ്പോൾ ഒരാൾ പറഞ്ഞു എന്ന്, ഒരു സമൂഹം എടുത്ത തീരുമാനം ഒരു വ്യക്തി പറഞ്ഞു എന്നും പറഞ്ഞ് അദ്ദേഹത്തിനെ കോർണർ ചെയ്യരുത്. ഇതൊക്കെ ശ്രമിക്കുക. അല്ല, ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരം റിസൾട്ട് ഉണ്ടാകാൻ പോകുന്ന ഒന്നാണോ, അതോ ഒരു അനാവശ്യ സമരമായിട്ട് മാറുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സമരം എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ സമരം ഉണ്ടാകില്ലെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇതൊക്കെ പറഞ്ഞു തീർക്കുകയല്ലേ. അത്രയും കഴിവുള്ള ആളുകൾ, ഫെഫ്ക, ഇത് എത്രയും ആയിരം ആളുകൾക്ക് ആഹാരം കഴിക്കേണ്ട കാര്യമാണ്. താരങ്ങളെ റെമ്യൂണറേഷൻ കൂട്ടിച്ചോദിക്കുന്നതാണ് മലയാള സിനിമ ഇപ്പോൾ നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം എന്നുള്ള ഒരു നിരീക്ഷണത്തോട് അങ്ങയുടെ പേഴ്സണൽ തോട്ട് എന്താണ്? എന്റെ പേഴ്സണൽ തോട്ട്, അത് അവരുടെ ചോയ്സ് അല്ലേ. ഇപ്പൊ ആർട്ടിസ്റ്റ് ശമ്പളം ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണ്ട. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ സഹോദര, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്, ഇതിന്റെ ട്രോള് വരരുത് ദൈവത്തിനെ ഓർത്ത്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മള് MG റോഡിൽ, വേണ്ട നിങ്ങളുടെ സ്റ്റുഡിയോ കോഴിക്കോടല്ലേ, മാവൂർ റോഡിൽ ഒരു 10 സെന്റ് സ്ഥലം ഒരാൾക്ക് കൊടുക്കാനുണ്ട്. ആ 10 സെന്റ് സ്ഥലം അയാൾക്ക് കൊടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അയാൾ അതിനൊരു വിലയുണ്ട്, നിങ്ങൾക്ക് അത് മേടിച്ചേ തീരുമെങ്കിൽ അതിനൊരു മോഹവില കൊടുത്താലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആ മോഹവില കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥലം മറന്നിട്ട് ഭൂമി മലയാളത്തിൽ ഇഷ്ടം പോലെ സ്ഥലമില്ലേ, ഏതെങ്കിലും മേടിച്ച് വീട് വെച്ചാൽ പോരെ എന്ന് പറയുന്ന പോലെ, നിങ്ങൾക്ക് മമ്മൂക്ക അല്ലെങ്കിൽ മോഹൻലാലിനെ വെച്ച് സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അവരുടെ റെമ്യൂണറേഷൻ എന്ന് പറയാനുള്ള ബാധ്യത അവർക്കല്ലേ. നമ്മൾ എന്തിനാണ് അതിനകത്ത് ശാഠ്യം പിടിക്കുന്നത്? പിന്നെ നമുക്ക് മനുഷ്യത്വപരമായിട്ട് അവരോട് പോയി ചോദിക്കാം, നമുക്കൊരു സഹായം ചെയ്യാമോ? അവർ ചെയ്താൽ തന്നു, ഇല്ലെങ്കിൽ അവരെ വടിയെടുത്ത് നിങ്ങൾ ചെയ്യുന്നത് രാജഭരണം വല്ലതും ആണോ? അങ്ങയുടെ നിലപാട് വ്യക്തമാണ്. ഇപ്പോഴത്തെ ഈ സമരം ഒരു റിസൾട്ട് കാണാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഒരു അനാവശ്യ സമരമായി മാറിപ്പോകും. താരങ്ങൾ റെമ്യൂണറേഷൻ കൂട്ടിച്ചോദിക്കുന്നത് കൊണ്ട് മാത്രം മലയാള സിനിമ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നില്ല. വേണമെങ്കിൽ ഇപ്പോൾ താരങ്ങൾ കൂട്ടിച്ചോദിക്കുന്നുണ്ടെങ്കിൽ അത്ര തുകയില്ലാത്ത, റെമ്യൂണറേഷൻ ഇല്ലാത്ത താരങ്ങളെ വെച്ച് ചെയ്യാമല്ലോ എന്നാണ് അങ്ങയുടെ നിലപാട്. നന്ദി ശ്രീ ജോബി ജോർജ് പ്രതികരിച്ചതിന്. മറ്റു വാർത്തകളിലേക്ക്.